Hi students, welcome to the Smart Commerce channel class. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന. ക്ലാസ് നിങ്ങൾ ആദ്യാവസാനം അറ്റൻഡ് ചെയ്യണം. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 4 നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസുമായി ഏകദേശം ഒരുപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണിത്. ഇടയ്ക്കുള്ള പോർഷൻസും സമാന്തരമായി തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ഓണാവധി കൊണ്ട് പെൻഡിംഗ് ഉള്ള പോർഷൻസ് മുഴുവൻ തീർക്കുകയും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. മൊഡ്യൂൾ 4 അക്കൗണ്ടിംഗ് ഫോർ ഓവർഹെഡ്. കോസ്റ്റ് ആർ basically classified into direct costs and indirect costs. Direct costs are further classified into direct material cost, direct labor cost and direct expenses. The total of these is known as prime cost. Now indirect costs are also further classified into indirect material cost, indirect labor cost and indirect expenses. Overhead is the total of indirect material cost, indirect labor and indirect expenses. These are those expenses which cannot be directly identified or which are incurred not exclusively for the manufacture of a single commodity or for the completion of a single job, but for the activities of the organization as a whole. Other terms used for overheads are supplementary costs, own costs, indirect expenses, burden, etc. കോസ്റ്റുകളെ അടിസ്ഥാനമായും രണ്ടായിട്ട് വിഭജിക്കുന്നു. ഡയറക്റ്റ് കോസ്റ്റുകളെന്നും ഇൻഡയറക്റ്റ് കോസ്റ്റുകളെന്നും. ഡയറക്റ്റ് കോസ്റ്റുകളെ വീണ്ടും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും വിഭജിക്കുന്നു. ഇവയുടെ മൂന്നിന്റെയും കൂടെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും വിഭജിക്കുന്നു. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെയും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിന്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെയും കൂടെ ടോട്ടലാണ് ഓവർഹെഡ്സ്. നേരിട്ട് തിരിച്ചറിയാനാവാത്ത എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സിംഗിൾ ജോബിന് വേണ്ടി മാത്രം ആയതല്ലാത്ത, മറിച്ച് സ്ഥാപനത്തിന് വേണ്ടി മൊത്തത്തിൽ ആയിട്ടുള്ള ചിലവുകൾക്കാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഓവർഹെഡ്സിനെ സപ്ലിമെന്ററി കോസ്റ്റുകളെന്നും ഓൺ കോസ്റ്റുകളെന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെന്നും ബർഡൻ എന്നും ഒക്കെ കൂടെ വിളിക്കാം. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഓവർഹെഡ് എക്സ്പെൻസസ് ആർ ക്ലാസിഫൈഡ് ആസ് ടു: നമ്പർ 1 ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ, നമ്പർ 2 എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, നമ്പർ 3 behavior wise classification, number 4 controllability wise classification, number 5 normality wise classification and number 6 financial wise classification. ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ തന്നെ നമ്മൾ കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ കോസ്റ്റ് എന്ന് വരുന്ന പദം ഓവർഹെഡ് എന്ന് ആക്കി മാറ്റി നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് സെഗ്രിഗേഷൻ ഓഫ് സെമി വേരിയബിൾ ഓവർഹെഡ്. എ കോസ്റ്റ് വിച്ച് ഈസ് പാർഷ്യലി ഫിക്സ്ഡ് ആൻഡ് പാർഷ്യലി വേരിയബിൾ ഈസ് കോൾഡ് സെമി വേരിയബിൾ ഓവർഹെഡ്. ഇൻ അതർ വേർഡ്സ്, എ കോസ്റ്റ് ഇൻ വിച്ച് എ പാർട്ട് ഈസ് ഫിക്സ്ഡ് ആൻഡ് എ പാർട്ട് ഈസ് വേരിയബിൾ ഈസ് സെമി വേരിയബിൾ ഓവർഹെഡ്. Therefore, segregating or separating the fixed part and variable part is known as segregation of overheads. ഭാഗികമായി ഫിക്സ്ഡും ഭാഗികമായി വേരിയബിളുമായിട്ടുള്ള ഒരു കോസ്റ്റിനാണ് സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കോസ്റ്റിൽ ഒരു ഭാഗം ഫിക്സ്ഡും ഒരു ഭാഗം വേരിയബിളുമാണെങ്കിൽ അതിനാണ് സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുക. ഇതിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഭാഗവും വേരിയബിൾ ആയിട്ടുള്ള ഭാഗവും വേർതിരിക്കുന്നതിനാണ് സെഗ്രിഗേഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് allocation and apportionment of overheads. First, there is allocation of overheads. Allocation of overhead is
the allotment or charging of the whole item of an expense or overhead to a cost center or cost unit or a department. For allocation of an overhead, an expense should be identified wholly with a particular department, cost center or cost unit. ഒരു ഓവർഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് മുഴുവനും ഒരു കോസ്റ്റ് സെന്ററിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യുന്നതിനാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നതിന് ഒരു എക്സ്പെൻസ് മുഴുവനും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റേതോ കോസ്റ്റ് സെന്ററിന്റേതോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിന്റേതോ ആണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റേത് അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിന്റേത് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിന്റേത് എന്ന് തിരിച്ചറിയാനാവുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർഹെഡ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യുന്നതിനാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നൗ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ്. Apportionment is the division or proportionate allotment of overhead expense to different departments on some appropriate basis. It is made when an expense cannot be wholly charged to a particular department. Overhead ചിലവ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ചില അനുയോജ്യമായ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നൽകുന്നതിനാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. ഒരു എക്സ്പെൻസ് മുഴുവൻ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യാനാവാത്തപ്പോഴാണ് ഇത് ചെയ്യുന്നത്. Now next is basis of apportionment of overhead. Let's discuss some basis for the apportionment of overhead to the different departments. ഓവർഹെഡ് ചിലവുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വീതിക്കുന്നതിനുള്ള ചില അടിസ്ഥാനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്പർ 1, rent. The basis for the apportionment is area occupied by each department. വാടക കൊടുക്കുന്നത് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഏരിയയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് റെന്റ് അല്ലെങ്കിൽ വാടക ചിലവ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നത്. നമ്പർ 2, ഇലക്ട്രിക് ലൈറ്റിംഗ്. ദി ബേസിസ് ഈസ് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്, ഫ്ലോർ ഏരിയ ഓർ യൂണിറ്റ്സ്. ഇലക്ട്രിക് ലൈറ്റിംഗ് ചിലവ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ലൈറ്റ് പോയിന്റുകളുടെ ലൈറ്റ് പോയിന്റുകൾ എന്ന ബേസിസ് ലഭ്യമല്ലെങ്കിൽ ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വീതിക്കുന്നത്. നമ്പർ 3, സൂപ്പർവിഷൻ. ദി ബേസിസ് ഈസ് നമ്പർ ഓഫ് എംപ്ലോയീസ്. സൂപ്പർവിഷൻ ചിലവ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള എംപ്ലോയീസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീതിക്കുന്നത്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള എംപ്ലോയീസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയാകുന്ന ചിലവ് വേണ്ടി വരുന്നത്. Number 4, depreciation of machine. The basis is cost of machines. മെഷീന്റെ ഡിപ്രിസിയേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള മെഷീൻസിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത്. നമ്പർ 5, ഇലക്ട്രിക് പവർ. ദി ബേസിസ് ഈസ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് ഓർ യൂണിറ്റ്സ് കൺസ്യൂംഡ്. ഇലക്ട്രിക് പവർ എന്ന ചിലവ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള മെഷീനുകളുടെ ഹോഴ്സ് പവറിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത്. നമ്പർ 6, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. The basis is floor area occupied by each department. ബിൽഡിംഗിന്റെ ഇൻഷുറൻസ് ചിലവ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത്. നമ്പർ 7, ഇൻഷുറൻസ് ഓഫ് മെഷീൻസ്. ദി ബേസിസ് ഈസ് കോസ്റ്റ് ഓഫ് മെഷീൻസ്. മെഷീനുകളുടെ ഇൻഷുറൻസ് ചിലവ് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള മെഷീനുകളുടെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത്. നമ്പർ 8, റെന്റ്, റേറ്റ്സ്, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്. The basis is floor area occupied by each department. റെന്റ്, റേറ്റ്സ്, മെയിൻ്റനൻസ് ചിലവുകൾ വിധിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. നമ്പർ 9, ക്യാൻറ്റീൻ, റിക്രിയേഷൻ, ടൈം കീപ്പിംഗ് കോസ്റ്റ് എക്സെട്ര. ദി ബേസിസ് ഈസ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള എംപ്ലോയീസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ക്യാൻറ്റീൻ, റിക്രിയേഷൻ, ടൈം കീപ്പിംഗ് ചിലവുകൾ വേണ്ടി വരുന്നത്. നമ്പർ 10, employers contribution to PF. The basis is wages. വേജസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ PF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയർ നടത്തുന്നത്. അതുകൊണ്ട് വേജസിന്റെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF എന്ന ഓവർഹെഡ് ചിലവ് വിധിക്കുന്നത്. നമ്പർ 11, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഓർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ദി ബേസിസ് ഈസ് നമ്പർ ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ റിക്വിസിഷൻ. കൺസ്യൂമബിൾ സ്റ്റോഴ്സിന്റെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ ചിലവ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയുള്ള
റിക്വസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നൽകിയിട്ടുള്ള മെറ്റീരിയൽസിന്റെ എണ്ണത്തിന്റെ അല്ലെങ്കിൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത്. നമ്പർ 12, ഇൻഡയറക്ട് ലേബർ. ദി ബേസിസ് ഈസ് നമ്പർ ഓഫ് ഡയറക്ട് എംപ്ലോയീസ് ഓർ വേജസ്. ഇൻഡയറക്ട് ലേബർ ചെലവ് വിധിക്കുന്നത് ഡയറക്ട് എംപ്ലോയീസിന്റെ എണ്ണത്തിന്റെ അല്ലെങ്കിൽ വേജസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് വേജസ് വിധിക്കുന്നത് ഡയറക്ട് വേജസിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്പർ 13, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോർ കീപ്പിംഗ്. ദി ബേസിസ് ഈസ് വെയിറ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഹാൻഡിൽഡ്. മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിനും അവ സൂക്ഷിച്ചു വെക്കുന്നതിനും വേണ്ടിയാകുന്ന ചിലവ് വിധിക്കുന്നത് കൈകാര്യം ചെയ്ത മെറ്റീരിയൽസിന്റെ മൂല്യത്തിന്റെ അല്ലെങ്കിൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്പർ 14, ഡെലിവറി വാൻസ്. ദി ബേസിസ് ഈസ് വെയിറ്റ് ഓർ വോളിയം ഓഫ് മെറ്റീരിയൽസ് ഡെലിവേർഡ്. ഡെലിവറി വാൻ ചിലവുകൾ വിധിക്കുന്നത് വാനുകൾ ഉപയോഗിച്ച് ഡെലിവർ ചെയ്ത മെറ്റീരിയൽസിന്റെ ഭാരത്തിന്റെ അല്ലെങ്കിൽ അളവിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്പർ 15, ഹീറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഫയർ പ്രൊട്ടക്ഷൻ. ദി ബേസിസ് ഈസ് ഏരിയ ഓക്യുപ്പൈഡ്. ഹീറ്റിംഗ്, എയർ കണ്ടീഷൻ, ഫയർ പ്രൊട്ടക്ഷൻ ചിലവുകൾ വിധിക്കുന്നത് എന്തുമാത്രം ഏരിയയിൽ ഈ ഹീറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഫയർ പ്രൊട്ടക്ഷൻ ചിലവുകൾ വേണ്ടി വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്പർ 16, ജനറൽ എക്സ്പെൻസസ്. ദി ബേസിസ് ഈസ് വേജസ്. ജനറൽ ചിലവുകൾ വിധിക്കുന്നത് വേജസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓവർഹെഡ് എക്സ്പെൻസ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിധിക്കുന്നതിനുള്ള ബേസസ് ക്വസ്റ്റ്യൻസിൽ തന്നെ മിക്കവാറും തന്നിരിക്കും. അതുകൊണ്ട് ഈ ബേസസ് എല്ലാം കൂടെ പഠിച്ചു വെക്കണം എന്നോർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല, കാണാതെ അല്ല പഠിക്കേണ്ടത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ ലോജിക്കലായിട്ട് വേണം പഠിക്കാൻ. അതായത് എന്തടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ എന്തിനനുസരിച്ചാണോ ഒരു ഓവർഹെഡ് ചിലവ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി ആയിട്ടുള്ളത്, ആ അടിസ്ഥാനത്തിൽ വേണം ആ ചിലവ് ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിധിക്കാൻ. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.